യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാമായിരുന്നു എന്ന് തന്നെ പറയാം. സഞ്ജുവില്ലാത്ത രാജസ്ഥാൻ റോയൽസുമായി ആരാധകർ ഇതുവരെ പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറിയതിൽ പ്രതികരിച്ച് മുൻ RCB താരം ഫാഫ് ഡു പ്ലസീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് എന്ന് കേട്ടാൽ തന്നെ സഞ്ജു സാംസണിന്റെ മുഖമാണ് മനസ്സിലേക്ക് വരികയെന്നും ടീമിന് അവരുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും IPL 2026 സീസണിന് മുന്നോടിയായി ഡു പ്ലസീസ് പ്രതികരിച്ചു. IPLന്റെ ചരിത്രത്തിലുടനീളം നോക്കിയാൽ ഓരോ ടീമിനും ഓരോ ഇന്ത്യൻ താരങ്ങളുണ്ട്. ചെന്നൈക്ക് ധോണിയും മുംബൈക്ക് രോഹിത്തും RCBക്ക് കോഹ്ലിയും രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തനിക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് സഞ്ജുവിന്റെയും മുഖമാണ്. സഞ്ജു ഒരു യുവതാരമാണെങ്കിലും അദ്ദേഹം ആ ഫ്രാഞ്ചൈസിയുടെ മുഖമായി മാറിയിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് അവരുടെ മുഖം നഷ്ടമായിരിക്കുകയാണ്. റോയൽസിന്റെ ആരാധകർക്കും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സഞ്ജു രാജസ്ഥാനിൽ വളരെ വലിയ റോളാണ് നിർവഹിച്ചിരുന്നത്, ഡു പ്ലസീസ് പറഞ്ഞു. സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ യശസ്വി ജയ്സ്വാളിന് രാജസ്ഥാനിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമെന്നും ഡു പ്ലസീസ് പറയുന്നു. സഞ്ജു ഉള്ളപ്പോൾ ജയ്സ്വാളിന് അവന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്, ഡു പ്ലസീസ് കൂട്ടിച്ചേർത്തു. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം മാർച്ച് 30 ഗുവാഹത്തിയിലെ ബർസാപാര സ്റ്റേഡിയത്തിലാണ്. എതിരാളികൾ സഞ്ജു സാംസണിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതേസമയം നിരവധി പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളും IPLന്റേതായി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴിതാ IPLന്റെ 19ാം സീസൺ അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററെയും വിക്കറ്റ് വീരനെയും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര. റൺ വേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ബൌളർക്കുള്ള പർപ്പിൾ ക്യാപ്പും ഇന്ത്യൻ താരങ്ങൾക്കാണ് ഇത്തവണ ലഭിക്കുകയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ സംസാരിക്കവെയാണ് പുതിയ സീസണുമായി ബന്ധപ്പെട്ട 2 വമ്പൻ പ്രവചനങ്ങൾ ചോപ്ര നടത്തിയത്. 2 മാസത്തിലേറെ നീളുന്ന IPLൽ 10 ഫ്രാഞ്ചൈസികളാണ് അണിനിരക്കുന്നത്. ഹോം എവേ രീതികളിലായിട്ടാണ് മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ ആദ്യഘട്ട മത്സരങ്ങളുടെ ഷെഡ്യൂൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. IPLലെ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് അവകാശികളെ പ്രവചിക്കുകയെന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ലെന്ന ആമുഖത്തോടെയാണ് ആകാശ് ചോപ്ര തുടങ്ങിയത്. അതിനുശേഷമാണ് താൻ വിജയികളായി തിരഞ്ഞെടുക്കുന്ന താരങ്ങളുടെ പേരും അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് അവരെ തിരഞ്ഞെടുക്കുന്നുവെന്നതിന്റെ കാരണവും ചോപ്ര തുറന്നു പറയുകയും ചെയ്തു. ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ആർക്കെല്ലാം ലഭിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ഇത് സീസൺ എങ്ങനെ പോകുന്നുവെന്നതിനെയും ടീം എവിടെ എത്തുന്നുവെന്നതിനെയും ആശ്രയിച്ചിരിക്കും. കാരണം ഫൈനലിലോ അല്ലെങ്കിൽ പ്ലേ ഓഫിലോ എത്തുന്ന ടീമുകളിലെ താരങ്ങളാണ് സാധാരണയായി ഈ നേട്ടത്തിന് അവകാശികളായി മാറാറുള്ളത്. കുറഞ്ഞത് 14ൽ കൂടുതൽ മത്സരങ്ങളിൽ കളിച്ചെങ്കിൽ മാത്രമേ താരങ്ങൾക്ക് ഈ അവസരം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ടോപ്പ് സ്കോററായി മാറി ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയാവുന്ന ആ താരം ആരായിരിക്കും? ഈ വർഷം അത് രാജസ്ഥാൻ റോയൽസിന്റെ യശസ്വി ജയ്സ്വാൾ ആയിരിക്കുമോ? ഇതവന്റെ വർഷമായിരിക്കുമോ എന്ന് എല്ലാ സീസണിനു മുൻപും ഞാൻ പറയാറുണ്ട്. ജയ്സ്വാളിന് ഇതുവരെ 700 അല്ലെങ്കിൽ 900 റൺസോ സീസൺ ആയിരിക്കുമോ? വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഇതുതന്നെ ആവർത്തിക്കുകയാണ്. യശസ്വി ജയ്സ്വാളിലാണ് ഞാൻ ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം തനിക്കൊരുപാട് അവനെ ഇഷ്ടമാണെന്നും ചോപ്ര വിശദമാക്കി. കഴിഞ്ഞ IPL സീസണിൽ ഏറ്റവും അധികം റൺസ് എടുത്ത 7ാമത്തെ ബാറ്ററായിരുന്നു ജയ്സ്വാൾ. 14 മത്സരങ്ങളിൽ നിന്നും 159.71 സ്ട്രൈക്ക് റേറ്റോടെ താരം സ്കോർ ചെയ്തത് 559 റൺസാണ്.